ശബരിമലയിൽ ഫ്ലൈ ഓവർ ഒഴിവാക്കി തീർത്ഥാടകർക്ക് നേരിട്ട് ദർശനം നൽകാനുള്ള നടപടിയുമായി ദേവസ്വം ബോർഡ്. ഇതോടെ തീർത്ഥാടകർക്ക് എല്ലാവർക്കും സുഖദർശനം നടത്താനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. മീനമാസ പൂജയ്ക്ക് നട തുറക്കുന്ന മാർച്ച് 14 മുതൽ പുതിയ സംവിധാനം നിലവിൽ വരും. ശബരീശ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് എല്ലാവർക്കും സുഖദർശനം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതി ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്നത്. 18ാം പടി കയറി ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവറിൽ ക്യൂ നിന്ന് സോപാനത്തെത്തുന്ന സംവിധാനം പൂർണ്ണമായി ഒഴിവാക്കുകയാണ്. കൊടിമരത്തിന്റെ ഇടതുവശത്തുകൂടി അയ്യപ്പന്മാരെ കടത്തിവിട്ട് ബലിക്കൽ പുര വഴി മുന്നോട്ട് പോകുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. ചുരുങ്ങിയത് 30 സെക്കൻഡോളം അയ്യപ്പനെ വണങ്ങാം. ഫ്ലൈ ഓവർ വഴി സോപാനത്തെത്തുമ്പോൾ 2-3 സെക്കൻഡ് മാത്രം ദർശനം കിട്ടുന്ന രീതി ഇതോടെ മാറും. പോലീസുകാർ അതിവേഗം പിടിച്ചു മാറ്റുന്നതും ഒപ്പം നടയ്ക്ക് മുന്നിൽ പോലീസും തീർത്ഥാടകരും തമ്മിലുള്ള വാക്കേറ്റങ്ങളും ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു. 2 വരികളെയും വേർതിരിക്കാൻ നീളത്തിൽ കാണിക്കവഞ്ചി സ്ഥാപിക്കും. ഇടതുഭാഗത്തുകൂടി വരുന്നവർ അല്പം ഉയർന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തുന്നത്. ഇടത്തേക്ക് തിരിയുമ്പോൾ അയ്യപ്പ ദർശനം കഴിയും. വലതു വരിയിലൂടെ വരുന്നവർ തറനിരപ്പിൽ തന്നെയുള്ള ഭാഗത്തെത്തി ഇടത്തേക്ക് തിരിഞ്ഞു പോകും. 2 വരികളിലുള്ളവർ തമ്മിൽ കൂടിക്കലർന്ന് തിരക്കുണ്ടാവുകയുമില്ല. ക്ഷേത്രത്തിന്റെ താന്ത്രിക ഘടനയിലോ കണക്കുകളിലോ മാറ്റമില്ലാത്തതിനാൽ തന്ത്രിയുടെ അനുജ്ഞ പുതിയ സംവിധാനത്തിനുണ്ട്. നിലവിൽ ശ്രീകോവിലിന് മുന്നിലൂടെ 3 വരിയായിട്ടാണ് ഭക്തരെ കടത്തിവിടുന്നത്. നടയിലെ തിക്കും തിരക്കും പരാതികൾക്ക് ഇടയാക്കിയിരുന്നു. പുതിയ സംവിധാനത്തിന് ഹൈക്കോടതിയുടെ അനുമതിയും വാങ്ങിയിട്ടുണ്ട്. തീർത്ഥാടന കാലത്ത് അടിയന്തര ഘട്ടങ്ങളുണ്ടായാൽ ഫ്ലൈ ഓവർ സംവിധാനം ഉപയോഗപ്പെടുത്തുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.